തീരദേശവാസികളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി തീരപ്രദേശങ്ങൾക്ക് മാത്രമായി പ്രത്യേക പദ്ധതി തയ്യാറാക്കും എന്നതാണ് ഈ വികസന രേഖയിൽ പറയുന്നത്. അതിൻ്റെ പ്രഖ്യാപനവും ഒരു പക്ഷേ നരേന്ദ്രമോദി നടത്തിയേക്കാം. ഈ വികസന ബ്ലൂ പ്രിന്റിൽ അതുകൂടി ഉണ്ടാകും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. ഇതിൽ മറ്റൊന്ന് എന്നത് അതും ഈ മേയറായി ചുമതലയേറ്റതിന് ശേഷം വി രാജേഷ് വാർത്താ സമ്മേളനത്തിൽ സൂചിപ്പിച്ച ഒന്നാണ്. അതായത് കോർപ്പറേഷൻ്റെയും കേന്ദ്രത്തിൻ്റെയും വിഹിതത്തിനോടൊപ്പം തന്നെ പ്രമുഖ കമ്പനികളുടെ സാമൂഹിക പ്രതിബദ്ധതാ ഫണ്ടുണ്ട്. അതായത് CSR ഫണ്ട്. അവർക്കൊരു നിശ്ചിത ലാഭത്തിന് മുകളിൽ ലഭിക്കുകയാണെങ്കിൽ ആ ലാഭവിഹിതത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവാക്കണം എന്നുള്ളതാണ്. ആ തുക കൂടി നേടിക്കൊണ്ട് വലിയ ഒരു ബൃഹത് ഭവന നിർമ്മാണ പദ്ധതിയിലേക്ക് പോകും കോർപ്പറേഷൻ എന്നാണ് അവകാശപ്പെടുന്നത്. അതായത് ഒരു വാർഡിൽ ഒരു വർഷം 40 വീടുകൾ വയ്ക്കും എന്നതാണ് ഇപ്പോഴത്തെ ഈ വികസന രേഖയിൽ പറയുന്നത്. അങ്ങനെ ഒരു വർഷം തന്നെ നമുക്കറിയാം 100-ലധികം വാർഡുകളുണ്ട്. അപ്പോൾ ഒരു വാർഡിൽ 40 വീട് എന്ന് പറയുമ്പോൾ വലിയ, അതായത് 4000-ഓളം വീടുകൾ ഒരു വർഷം തന്നെ വെക്കാൻ സാധിക്കുന്നു. അങ്ങനെയെങ്കിൽ 5 വർഷം കൊണ്ട് 20,000 വീടുകൾ ഈ കോർപ്പറേഷൻ പരിധിയിൽ പൂർത്തിയാക്കും എന്നതാണ് ഇപ്പോഴത്തെ അവകാശവാദം. ഒപ്പം എടുത്തു പറയേണ്ടത് തിരുവനന്തപുരം എന്നത് ഈ ടൂറിസം മേഖലയിൽ വലിയ സാധ്യതകൾ ഉള്ള ഒന്നാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം തിരുവനന്തപുരത്ത് എത്രയോ ടൂറിസം സ്പോട്ടുകൾ ഉണ്ട്. അതിലിപ്പോൾ കോവളവും ശംഖുമുഖവും വേളിയും ഉൾപ്പെടുന്ന തീരദേശ മേഖലകൾ ഉണ്ട്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട മലയോര മേഖലകൾ ഉണ്ട്. അങ്ങനെ നിരവധിയായ സാധ്യതകൾ നിലനിൽക്കുമ്പോൾ തന്നെ ഈ ടൂറിസത്തിൻ്റെ ഭാഗമായി തന്നെ ആത്മീയ ടൂറിസത്തിനുള്ള ഒരു വലിയ സാധ്യത കൂടി ഇപ്പോൾ കണ്ടെത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു തീർത്ഥാടന ടൂറിസം പദ്ധതി അവിടെ ആവിഷ്കരിക്കും എന്നതാണ് അതിലേറ്റവും എടുത്തു പറയേണ്ടത്. പത്മനാഭസ്വാമി ക്ഷേത്രം, ആറ്റുകാൽ ക്ഷേത്രം, ഭീമാപ്പള്ളി, വെട്ടുകാട് പള്ളി, അങ്ങനെ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ടൂറിസം കേന്ദ്രമാക്കി, ആത്മീയ ടൂറിസം കേന്ദ്രമാക്കി തിരുവനന്തപുരത്തെ മാറ്റും എന്നതാണ്. അങ്ങനെ ഒരു തീർത്ഥാടന ടൂറിസം പദ്ധതി കൂടി ഇപ്പോൾ വിഭാവനം ചെയ്യുകയാണ് കോർപ്പറേഷൻ. അതോടൊപ്പം തിരുവനന്തപുരം എന്നത് നമുക്കറിയാം കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും മെട്രോ സർവീസ് ഉള്ളത് കൊച്ചിയിൽ മാത്രമാണ് എന്ന് നമുക്കറിയാം. മെട്രോ പദ്ധതികൾക്ക് പല രൂപങ്ങൾ ഉണ്ട്. അതിൽ മെട്രോ പദ്ധതി കൂടി തിരുവനന്തപുരത്തേക്ക് എത്തിക്കും എന്നാണ്. തിരുവനന്തപുരത്തിൻ്റെ നഗരമേഖലകളെ ഗ്രാമീണ മേഖലകളുമായി അടക്കം ബന്ധിപ്പിക്കാവുന്ന തരത്തിൽ IT മേഖലകളെയും ഒപ്പം തമ്പാനൂർ, കഴക്കൂട്ടം പോലെയുള്ള മേഖലകളെയും ഒക്കെ ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മെട്രോ പദ്ധതി അത് അതിവേഗം നടപ്പിലാക്കുവാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകും എന്നതാണ് ഇപ്പോഴത്തെ മറ്റൊരു പ്രൊജക്റ്റായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും അവസാനമായി സൂചിപ്പിക്കാനുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ ജൻ ഔഷധി പദ്ധതിയുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. സാധാരണ മെഡിക്കൽ സ്റ്റോറുകളിൽ പല മരുന്നുകൾക്കും വലിയ തുക ഈടാക്കുമ്പോൾ അതേ മരുന്നുകൾ തന്നെ, അതേ മെഡിസിൻ ഫോർമുലയിൽ ഉള്ള മരുന്നുകൾ, അത് പക്ഷേ ബ്രാൻഡുകൾ വേറെ ആയിരിക്കാം, എന്തു തന്നെയാണ് എങ്കിലും ജൻ ഔഷധികളിൽ വലിയ ഡിസ്കൗണ്ടോട് കൂടിയാണ് ഇപ്പോൾ ലഭിക്കാറുള്ളത്. പല മരുന്നുകൾക്കും 50% മുകളിൽ ഒക്കെ വിലക്കുറവ് അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കോർപ്പറേഷൻ പരിധിക്കുള്ളിൽ ഈ ജൻ ഔഷധി മെഡിക്കൽ സ്റ്റോറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും എന്നതാണ്. ഇതൊക്കെയാണ് വികസന രേഖയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും അവിടെ വീണ്ടും സാരംഗിലേക്ക് പോകുമ്പോൾ സാരംഗ് ഈ പറയുന്നതൊക്കെ നടപ്പിലാക്കുന്നുവെങ്കിൽ അത് രാഷ്ട്രീയ ഭേദമെന്നെ നമുക്ക് അംഗീകരിക്കാം. അതിന് നമുക്ക് 5 വർഷത്തെ സമയം കാത്തിരിക്കേണ്ട സാഹചര്യമുണ്ട്. ഇത്തരം പ്രഖ്യാപനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതൊരു രാഷ്ട്രീയ ലക്ഷ്യം കൂടി മുന്നിൽ കാണുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് ഏറ്റവും അധികം BJPക്ക് നിയമസഭാ മണ്ഡലങ്ങൾ പിടിക്കാൻ പറ്റുന്ന സാഹചര്യം തിരുവനന്തപുരത്താണ് എന്ന ഒരു പൊതുവിലയിരുത്തലുണ്ട്. അതിൽ തന്നെ നേമവും വട്ടിയൂർക്കാവും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മറ്റ് എതിരാളികളെക്കാൾ കൂടുതൽ വോട്ട് വീതം നേടിയിടമാണ്. കഴക്കൂട്ടം പോലെ, തിരുവനന്തപുരം പോലെ എല്ലായിടങ്ങളിലും, അതായത് തിരുവനന്തപുരം ജില്ലയിലെ മിക്കവാറും നിയമസഭാ മണ്ഡലങ്ങളിലെല്ലാം തന്നെ BJP പ്രതീക്ഷയർപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രഖ്യാപനത്തെ ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രകടന പത്രിക പോലെ വേണമെങ്കിൽ നമുക്ക് കാണാവുന്ന തരത്തിലേക്കും നിരീക്ഷിക്കാമല്ലോ. അഭിലാഷ്, തീർച്ചയായും. കാരണം വരുന്ന നിയമസഭാ ഇലക്ഷനോട് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങൾ അത് ഇടതുപക്ഷത്താണെങ്കിലും കോൺഗ്രസിലാണെങ്കിലും ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കേന്ദ്ര സർക്കാരിനെ കൂടെ ചേർത്തുകൊണ്ട് ഈ ഒരു കോർപ്പറേഷൻ ഭരണം പിടിച്ചതിൻ്റെ ഒരു ആഘോഷവും ഒപ്പം വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിലേക്ക് നടത്താൻ പോകുന്ന പ്രകടന പത്രികയുടെ ഒരു മുന്നൊരുക്കമായിട്ട് തന്നെ വേണമെങ്കിൽ ഇത് കണക്കാക്കാൻ കഴിയും. കാരണം വലിയ രീതിയിലുള്ള പദ്ധതികൾ ഇവിടെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഒരു പ്രതിഫലനം തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയവും നിയമസഭാ ഇലക്ഷനും തമ്മിൽ വലിയ അന്തരമില്ല. കാരണം കുറഞ്ഞ മാസങ്ങൾക്കുള്ളിൽ തന്നെ വരികയാണ്. ഇത് ചർച്ചയായി നിൽക്കുന്ന സമയത്ത് തന്നെയാണ് നിയമസഭാ ഇലക്ഷനും വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു രാഷ്ട്രീയമായ രീതിയിൽ കൈകാര്യം ചെയ്യുക, ഒപ്പം
തിരുവനന്തപുരത്ത് തന്നെയുള്ള നിയമസഭാ സീറ്റുകൾ സ്വന്തമാക്കുക, അവിടെ ഒരു നല്ലൊരു വിജയത്തിലേക്ക് എത്തുക. ഒപ്പം തന്നെ ഇത് കേരളത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്കും പ്രതിഫലിപ്പിക്കുക. അതായത് തിരുവനന്തപുരത്ത് മോദി വന്നിരിക്കുന്നു, ഒപ്പം കോർപ്പറേഷൻ ഭരണം പിടിച്ചിരിക്കുന്നു, ഇവിടെ കൃത്യമായ പല പ്രഖ്യാപനങ്ങളും ഉണ്ടായിരിക്കുന്നു. അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പല ഇടപെടലും തിരുവനന്തപുരത്തേക്ക് ഉണ്ടാകുന്നു എന്നടക്കമുള്ള ഒരു വിശ്വാസം കേരളത്തിലെ ജനങ്ങളിലേക്ക് കൊണ്ടുവരിക. അത് തിരുവനന്തപുരം ജില്ലയിൽ മാത്രം അല്ലെങ്കിൽ കോർപ്പറേഷനിൽ മാത്രം ഒതുക്കി നിർത്താതെ കേരളത്തിൻ്റെ മറ്റ് ജില്ലകളിലേക്ക് പ്രതിഫലിപ്പിക്കുക. ഈ ഒരു പ്രചരണം കേരളത്തിൻ്റെ മറ്റ് പല ജില്ലകളിലെയും തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കൊണ്ടുവരിക. അത്തരത്തിലുള്ള ഒരു ദീർഘവീക്ഷണത്തിലുള്ള ഒരു പദ്ധതിയാണ് ഇപ്പോൾ BJP സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും നടത്തുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം വരുന്ന ഇലക്ഷനിൽ ഈ ഒരു തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയം മുൻനിർത്തി കാണിച്ചുകൊണ്ടായിരിക്കും തീർച്ചയായും വരുന്ന നിയമസഭാ ഇലക്ഷനിൽ BJP ഒരു പ്രചരണവും ഒപ്പം പ്രകടന പത്രികയും മുന്നോട്ട് വെക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിനൊപ്പം തന്നെ നമുക്ക് കൂട്ടിവായിക്കാൻ കഴിയുന്നത് BJP സംസ്ഥാന നേതൃത്വത്തിന് ലഭിച്ച ഒരു വലിയൊരു ആത്മവിശ്വാസമാണ്. കാരണം വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ ഈ ഒരു വിജയ തുടർച്ചയുടെ പ്രതിഫലനം ഉണ്ടാകുമെന്നൊരു ആത്മവിശ്വാസം സംസ്ഥാന നേതൃത്വത്തിനും താഴേക്കിടയിലുള്ള അണികളിലെ അടക്കം എത്തിക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല വലിയൊരു വിജയമാണ് ഇവിടെ നേടുകയും ചെയ്തിരിക്കുന്നത്. ഇനി വരാൻ പോകുന്ന പദ്ധതികൾ, അതായത് നാളെ പുത്തരിക്കണ്ടം മൈതാനത്ത് പ്രഖ്യാപിക്കാൻ പോകുന്ന പല സുപ്രധാന പ്രഖ്യാപനങ്ങളും അത് വരാൻ പോകുന്ന ഈ ഒരു പ്രചരണത്തിലും ആയുധമാക്കാനാണ് BJPയുടെ ഒരു രീതി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഇനി വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ വിജയത്തിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഉള്ളതിനേക്കാൾ വലിയൊരു വിജയത്തിലേക്ക് എത്താൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരുപാട് സീറ്റുകൾ ലക്ഷ്യം വെക്കുന്നത് പോലെ തന്നെ സീറ്റുകളിലേക്ക് എത്താൻ കഴിയുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരുമായി ചേർന്നുകൊണ്ടുള്ള പല വികസന പദ്ധതികളും ഇത്തരം മണ്ഡലങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും, കൂടുതൽ സൗഹാർദ്ദപരമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്നൊരു ചിത്രം മലയാളികളുടെ വോട്ടർമാരുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അത്തരത്തിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചുകൊണ്ട് വിജയത്തിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യമായിരിക്കും ഇപ്പോൾ BJP നേതൃത്വം മുന്നോട്ട് കാണുന്നത്. അതിനൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ടത് ഒരു കോർപ്പറേഷനിൽ അവർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന പല പ്രഖ്യാപനങ്ങളും ഒരു നിയമസഭാ ഇലക്ഷൻ വളരെ കുറഞ്ഞ സമയം ഉള്ളതുകൊണ്ട് തന്നെ ഈ നടത്തുന്ന പ്രഖ്യാപനങ്ങളിൽ എത്ര കണ്ട് വിജയം കാണും, അതിൽ എത്ര കണ്ട് അതിൻ്റെ പ്രതിഫലനം ജനങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമെന്നൊക്കെ അത്രയും ഒരു സമയം ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രഖ്യാപനങ്ങൾ ഉടൻ തന്നെ നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരു സാധ്യതയുമുണ്ട്. പല കാര്യങ്ങളിലും, അതായത് ഇപ്പോൾ അമൃത് ഭാരത് പദ്ധതി ആയിക്കോട്ടെ, അത് കേരളത്തിനും തമിഴ്നാടിനുമായി ചേർന്നുകൊണ്ടുള്ള അമൃത് ഭാരത് ഈ ഒരു ട്രെയിനുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, പാസഞ്ചർ ട്രെയിനുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഓണ്ടർപ്രണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുന്നു. മറ്റ് പൊളിറ്റിക്കലായിട്ടുള്ള മറ്റ് പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. ഈ ഇലക്ഷൻ്റെ സമയത്ത് തന്നെ, അതായത് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് ഫലം വരുന്നു, ഒപ്പം തന്നെ VV രാജേഷ് മേയറായി ചുമതലയെടുക്കുന്ന സമയത്ത് തന്നെ ഓരോ വാർഡിലെയും വികസന രേഖ, അതായത് അവരുടെ വാർഡുകളിൽ ആവശ്യമായ രീതിയിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി മേയർക്ക് സമർപ്പിക്കാനടക്കം ചൂണ്ടിക്കാണിച്ചിരുന്നു. അതായത് പൊളിറ്റിക്കലി അല്ലാത്ത രീതിയിൽ ഒരു വികസനം മുന്നോട്ട് വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതായിരുന്നു BJPയുടെ തുടക്കം തൊട്ട് തന്നെയുള്ള ഒരു രീതി. അത് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകും എന്നതടക്കം നാളെ വരുന്ന മോദിയുടെ ഈ ഒരു റോഡ് ഷോയിലായിക്കോട്ടെ, മറ്റ് പൊതുപരിപാടിയിലായിക്കോട്ടെ, അതെല്ലാം പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഈ ഒരു തെക്കൻ ജില്ലകളിൽ നിന്നുള്ള ഒരു നിരവധി, അതായത് വലിയ രീതിയിലുള്ള അണികൾ പുത്തരിക്കണ്ടത്തിലേക്ക് എത്തുമെന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത് അത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷൻ്റെ തുടക്കം എന്ന രീതിയിൽ, അതായത് പ്രകടന പത്രിക പോലും പ്രഖ്യാപിച്ചിട്ടില്ല, അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഒരു മുന്നണികളും കടന്നിട്ടില്ല. അതിനു മുൻപേ തങ്ങളുടെ ശക്തി, അതായത് കേന്ദ്രത്തിലെ തങ്ങളുടെ ശക്തി കേരളത്തിൽ പ്രതിഫലിപ്പിക്കുക, അത് തലസ്ഥാന നഗരിയിൽ എത്തിക്കുക, ആ തരത്തിലുള്ള രീതിയിലേക്കായിരിക്കും BJPയുടെ അടുത്ത നീക്കങ്ങൾ. അഭിലാഷ്, തീർച്ചയായും BJPയെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിലാദ്യമായി കേരളത്തിലെ ഒരു കോർപ്പറേഷൻ പിടിക്കാൻ സാധിച്ചു എന്നത് എടുത്തു പറയേണ്ടതാണ്. വ്യക്തമായൊരു മെജോറിറ്റി, അതായത് 50 ഡിവിഷനുകളിൽ വിജയിക്കാനും സാധിച്ചു. മാത്രവുമല്ല തിരുവനന്തപുരം എന്നത് തലസ്ഥാന നഗരിയുമാണ്. എപ്പോഴും BJP അവകാശപ്പെടുന്നത് വികസന മാതൃകകളെക്കുറിച്ചാണ്, ഡബിൾ എഞ്ചിൻ സർക്കാരുകളെക്കുറിച്ചൊക്കെയാണ്. അതുകൊണ്ട് തന്നെ BJP പ്രഖ്യാപനങ്ങൾക്കപ്പുറത്ത് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കുമോ എന്നതാണ് എടുത്തു പറയേണ്ടത്. കേരളത്തിൽ വേരുറപ്പിക്കാൻ ശ്രമിക്കുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം കോർപ്പറേഷനിൽ അത്തരം വികസന പ്രവർത്തനങ്ങൾ പ്രാവർത്തികമാക്കി കാണിക്കാൻ സാധിച്ചാൽ അത് തീർച്ചയായും അവരുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടും എന്നതിൽ ഒരു തർക്കവുമില്ല. അതിന് സാധിക്കുമോ എന്നത് കാത്തിരുന്ന് കാണണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.